ഹലോ എവരി വൺ, വെൽക്കം ടു റുവ വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ ഡ്രോ സ്ട്രീം പൗച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതായത് നമ്മൾ കോയിൻസ് ഇട്ട് വെക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു മിനി പൗച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രീനും വൈറ്റും യാണാണ് എടുത്തിട്ടുള്ളത്. 4mm ഹുക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക്കിൻ്റെ യാണാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇടാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ചാണ്. 21 ചെയിൻ ചെയ്യണം. 1 ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബേസിക് സ്റ്റിച്ചസ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 21 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പൗച്ച് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഡൗട്ടൊന്നും ഇല്ലാതെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ ഞാനിവിടെ 21 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എക്സ്ട്രാ ഒരു ചെയിനും കൂടെ ചെയ്ത് കൊടുക്കണേ. ആദ്യത്തെ സ്റ്റിച്ചും അതിൻ്റെ താഴെയുള്ള രണ്ടാമത്തെ സ്റ്റിച്ചും സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ചെയിനിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ആദ്യത്തെ ഈ ഒരു ഹുക്ക് നിൽക്കുന്ന ആ ഒരു സ്റ്റിച്ചും അതിൻ്റെ താഴെയുള്ള സ്റ്റിച്ചും ഒഴികെ മൂന്നാമത്തെ സ്റ്റിച്ചിലേക്ക് നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ആ 2 ചെയിനും സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ചെയിനിലേക്കും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ടോട്ടൽ 18 ഡബിൾ ക്രോഷ്യ ആണ് ഉണ്ടാവുക. അപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് വരെ കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്കിയുള്ള ഒരു സ്റ്റിച്ചിലേക്ക് നമുക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് റിട്ടേൺ ആയിട്ട് ഇത് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആൻഡ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ദെൻ തേർഡ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 18 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആകെ കൺഫ്യൂഷനായിട്ട് മാറും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിനാണ് ഇങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ഒരു സ്റ്റിച്ചിൽ തന്നെ ചെയ്തപ്പോൾ അവിടെ റിട്ടേൺ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഭാഗം ഒന്ന് നമുക്ക് ഫുള്ള് ഡബിൾ ക്രോഷ്യ ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ടിൻ്റെ ആ ഒരു യാണുണ്ടല്ലോ അതിനെ കൂട്ടി പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നാലുള്ള ആ യാണിനെ അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള സ്റ്റിച്ചിലേക്കൊക്കെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഫസ്റ്റ് ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ. ഇനി നമുക്ക് ഈ ഒരു റോ കൂടെ ഫുള്ള് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷ്യ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഫസ്റ്റത്തേൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്തെ സ്റ്റിച്ചിലേക്ക് ഇതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ഇതിനെ ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം
സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ കടത്തി യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഹുക്കിലുള്ള യാണിലേക്ക് വലിച്ചെടുക്കുക. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട അവിടെ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. ഇനി ഈ സ്റ്റിച്ച് മാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് മാർക്ക് ഇടുന്നത് നമ്മൾ ഇനിയും റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷൻ കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1, ചെയിൻ 2. വീഡിയോയിലാണ് കേട്ടോ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്. ഞാൻ 2 ചെയിനാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചിലേക്ക് ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടുള്ള അതുവരെ നമ്മൾ ടോട്ടൽ 40 ഡബിൾ ക്രോഷ്യ ആണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ചെറിയ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഓരോ റോ കഴിയുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ ഊരി അവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ ആ ഒരു സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണം. സ്റ്റിച്ച് മാർക്കർ ഇടാൻ മറക്കരുത്. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴൊക്കെ നമുക്കവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാനുള്ളതാണല്ലോ. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്, സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇനി 3ാമത്തെ റോ മുതൽ 10ാമത്തെ റൗണ്ട് വരെ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. 40 ഡബിൾ ക്രോഷ്യ വീതം ഇതുപോലെ 10 റൗണ്ട് വരെ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ള് കാണിക്കാത്തത് എനിക്ക് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത്. ഓരോ ക്ലിപ്പും ഇങ്ങനെ കട്ടായി പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് കാണിക്കാത്തത്. ഇനി കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ലല്ലോ, കാരണം നമ്മൾ ചെയ്തു വന്നതുപോലെ തന്നെ 10 റൗണ്ട് വരെയും നമ്മൾ ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് 40 ഡബിൾ ക്രോഷ്യ വീതം ഓരോ റൗണ്ടിലും കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു യാണിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് മിനുക്ക് പരിപാടികളുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കട്ട് ചെയ്ത ബാക്കിയുള്ള യാണിൽ ഞാൻ നീഡിലിൽ കോർത്തെടുത്തിട്ടുണ്ട്. നമ്മളെ ക്രോഷ്യ നീഡിലുണ്ടല്ലോ അതിൽ കോർത്തെടുത്തിട്ട് ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെയും അതിന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുക്കുന്നില്ല, കാരണം അത് അഴിഞ്ഞു പോരാതിരിക്കാനൊക്കെയാണ് നമ്മളിതുപോലെ തുന്നി കൊടുക്കുന്നത്. അപ്പോൾ അതിനെ തുന്നിക്കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് പുറത്തേക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു വശമാണ് ഒന്നും കൂടെ ഫിനിഷിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനൊന്ന് ഇതുപോലെ ഒന്ന് പുറം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, അതിലൂടെ ക്ലിയർ ആക്കി തരാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് സ്ട്രിങ് ചെയ്യണം. അപ്പോൾ ഡ്രോ സ്ട്രിങ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ സ്ട്രിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ വൈറ്റ് കളർ യാണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് അക്രിലിക്കിൻ്റെ യാണായതുകൊണ്ട് തന്നെ കുറച്ച് വലിയ കട്ടിയുള്ള യാണാണല്ലോ. അപ്പം നമുക്ക് ഇതൊരു 60-70 ചെയിൻ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം അത്യാവശ്യം നല്ല നീളം ഉണ്ടാവും. അത് അല്ലെങ്കിൽ നിങ്ങൾ സാധാ കട്ടിയില്ലാത്ത യാണൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ യാണൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൂളയാണ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 80-90 അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം നമ്മളത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ നീളം ഉണ്ടാവുള്ളൂ. ഇത് പക്ഷേ നല്ല നീളം ഉണ്ടായിരുന്നു. ഞാനിതിൽ 80 ചെയിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 80ൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു 70-60 ഒക്കെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ സ്ട്രിങ്ങിനെ നമ്മളെ പൗച്ചിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നീഡിലിൽ കോർത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ ശേഷം കുറച്ച് യാണ് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് യാണ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ആ ഒരു ഭാഗം നീഡിലിൽ കോർത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു പൗച്ചിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ രണ്ടാമത്തെ ആ ഒരു സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഈ ഒരു സ്ട്രിങ്ങിനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു 2 സ്റ്റിച്ച് കണ്ടോ, ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ നമുക്ക് നീഡിലിനെ കടത്തി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതുപോലെ വലിച്ചതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, 2 സ്റ്റിച്ച് ചെയ്യുന്ന അതിന് മുകളിലൂടെ മറ്റേതിൻ്റെ താഴെയൂടെ എടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക. ഇനിയിപ്പോൾ താഴെ എടുത്തു, ഇനി അടുത്തതിൻ്റെ മുകളിലൂടെ എടുത്തിട്ട് മറ്റേതിൻ്റെ താഴെയൂടെ എടുക്കുക. അതിൻ്റെ മുകളിലൂടെ എടുത്ത് മറ്റേ സ്റ്റിച്ചിൻ്റെ താഴെ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2 സ്റ്റിച്ച് ഇല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മുകളിലൂടെ ഇട്ടിട്ട് താഴത്തെ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ് ആഡ് ചെയ്യുന്നത്. പല ടൈപ്പിലും വേറൊരു ടൈപ്പിലും ഉണ്ട് കേട്ടോ സ്ട്രിങ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കായിരിക്കും മറ്റേ യാണും പാടെ വരിക. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിലായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. ഇതിപ്പോൾ കണ്ട അത്യാവശ്യം നല്ല നീളമുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വലിച്ചിട്ടൊക്കെ നോക്കി വെക്കാം റെഡി ആയോ എന്നുള്ളതൊക്കെ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ ഒന്ന് കെട്ടി കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ ഫ്ലവറൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ടാന്നുള്ളവർക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ 2 ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂട്ടോറിയലിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലവറിൻ്റെ വീഡിയോയും കൂടെ ആഡ് ചെയ്താൽ ഒരുപാട് ലോങ് ആവും വീഡിയോ. അതുകൊണ്ടാണ് കേട്ടോ ഫ്ലവർ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്യൂട്ടോറിയലിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു B7000ൻ്റെ ഗ്ലൂ എടുത്തിട്ട് ഈ ഒരു ഫ്ലവറിനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തുള്ള ആ ഒരു സ്ട്രിങ്ങിൻ്റെ അറ്റം എൻഡിൽ നമുക്ക് ഇതുപോലെ ഫ്ലവറിലേക്ക് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലൂ തേച്ചിട്ട് ഒന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഡ്രോ സ്ട്രിങ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ഫ്ലവർ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.